വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് അക്ഷരമുറ്റം ക്വിസിന് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. എല്ലാവരും അറിഞ്ഞായിരിക്കും സെപ്റ്റംബർ 16-നാണ് നമ്മുടെ അക്ഷരമുറ്റ സ്കൂൾ തല ക്വിസ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി. 2026-ൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026-ൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2026-ലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന ബഹുമതി ആർക്കാണ്? മൊറാർജി ദേശായിക്കാണുള്ളത്. വനിത ആരാണ്? നിർമ്മല സീതാരാമൻ. 78ാമത് കാൻ ചലച്ചിത്രമേളയുടെ ജൂറിമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആര്? പായൽ കപാഡിയാണ് 78ാമത് കാൻ ചലച്ചിത്രമേളയുടെ ജൂറിമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് ചിത്രശലഭ സങ്കേതമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ് ചിത്രശലഭ സങ്കേതമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇത് എവിടെയാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-ലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വരിക വരിക സഹചര എന്ന ഗാനം എഴുതിയത് ആര്? വരിക വരിക സഹചര എന്ന ഗാനം എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേരെന്തായിരുന്നു? ഫാറ്റ്മാൻ ആണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജനനേതാവിന്റെയാണ്? സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജനനേതാവിന്റെയാണ്? VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അപ്പൊ ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുകയാണ്. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നമ്മുടെ ഇവിടെ ആറളം വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് പറഞ്ഞു. ചിത്രശലഭ സങ്കേതമാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് നിങ്ങളിവിടെ കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.